ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളുള്ളത് കൽപ്പറ്റയിലാണുള്ളത്. കൽപ്പറ്റ എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ സ്ഥിര കേന്ദ്രമാണ്. ഇത് വയനാടിൻ്റെ സ്ഥിര കേന്ദ്രത്തിലുള്ള ഒരവസ്ഥയാണ്. ഈ റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് ഒറ്റ അവസ്ഥയിലായി കിടക്കുകയാണ്. ഉണ്ടാവും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ അതുപോലെ എല്ലാവരും എത്തിച്ചേരുന്നൊരു സ്ഥലമാണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. കൽപ്പറ്റേൻ്റെ ഒരു അവസ്ഥയാണ്. ഇത് എന്താണ് ഇതിന് കാരണം എന്നുള്ളത് എനിക്കറിയില്ല. കുറേ ആയി, 3-4 വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചത് എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് അറിയില്ല. ഇത് ഹൈവേ അതോറിറ്റിയുടെ വരുന്നതാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ ഇത് വരുന്നതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ വളരെ മോശമാണ് ഇവിടുത്തെ അവസ്ഥ. വാഹനങ്ങളെല്ലാം തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന എന്നാണ് ഇവിടേക്ക് അറിയപ്പെടുന്നത്. പക്ഷേ എന്താ പറയുക, വളരെ മോശമായി കിടക്കുന്നു. വലിയ കുഴികളായിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് അധികാരികളിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് എത്തിക്കുക, ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയാം. കാരണം ഈ കൽപ്പറ്റയിൽ എവിടെ നിന്നും ഒരു ടൂറിസ്റ്റുകളോ മറ്റുള്ള ആളുകളോ എത്തിച്ചേർന്നുണ്ടെങ്കിലും കൽപ്പറ്റയിൽ എത്തിപ്പെടും. കാരണം കൽപ്പറ്റയാണ് വയനാടിൻ്റെ സ്ഥിര കേന്ദ്രം. അതിൻ്റെ ഒരു അവസ്ഥയാണിത്. ഇപ്പോൾ ബൈപ്പാസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ബൈപ്പാസിന് ടാറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു 100 മീറ്റർ ഈ ജംഗ്ഷൻ്റെ ഒരു 100 മീറ്റർ അപ്പുറം വെച്ചിട്ട് ഇതിൻ്റെ പണിയൊക്കെ നിർത്തി. ബൈപ്പാസ് അവിടെ നിർത്തി, അവരെ ജോലി അവിടെ തീർത്തു. അതിന് കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ അധികാരികളിൽ എത്തിക്കുക. എന്താ മേപ്പാടി, ഊട്ടി, ബത്തേരി, മാനന്തവാടി, മൈസൂർ, ബാംഗ്ലൂർ എല്ലാം പോകുന്ന റോഡാണ്. കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ. അതറിയില്ല, ഇതാരും ക്ലിയർ ചെയ്യുന്നില്ല ഇതുവരെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് അധികാരികളിൽ എത്തിച്ച് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്യാനുള്ളൊരു പരിപാടി ചെയ്യുക. വാഹനങ്ങളൊക്കെ ഇതിലൂടെ 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ കണ്ടെന്നാണ് അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇതെല്ലാം ഒന്ന് അധികാരികളിൽ എത്തിക്കുക. അത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലേക്കാണെങ്കിൽ അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റീൻ്റെ ഇതിലേക്കാണെങ്കിൽ അധികാരപ്പെട്ട ആളുകളിൽ എത്തിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടിയൊക്കെ. എന്താ വെച്ചാൽ ഇത് 2-3-4 വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ അവസ്ഥ വരുന്നത്. ഇങ്ങനെ തന്നെ ഞാൻ കാണുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ. ഓക്കെ, ബായ്.